Hey all, welcome back to my YouTube channel. It's me Sona here. അപ്പം ഞാൻ ഇന്നൊരു യാത്ര പോവാണ്. എവിടേക്കാണെന്ന് ഞാൻ വഴിയേ പറയാം. അതിനു മുമ്പ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറേ നാളായി. എൻ്റെ കല്യാണം ആ ടൈമിലാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു ടൈം എൻ്റെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞിട്ടൊരു 3 years ആവുന്നുണ്ട്. ജൂൺ വരുമ്പോൾ 3 years ആവും. അപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചിട്ട് ഒരു 3 വർഷമായിട്ടുണ്ട്. പക്ഷേ ആ ടൈമിൽ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ റീൽസ് കാര്യങ്ങൾ ആ ടൈമിലുള്ള കുറച്ച് ഷോർട്സ് മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആ ചാനലേ നോക്കാൻ പോയിട്ടില്ല. അവിടെ എന്താ നടക്കണേ എന്താണെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ഇതിന് മുമ്പ് ഹസ്ബൻഡിന് ഈ ഒരു ചാനൽ ഉണ്ടായിരുന്നു. അതൊന്ന് ഞങ്ങളൊന്ന് റീക്രിയേറ്റ് ചെയ്ത് ഒന്നും കൂടി അതൊന്ന് മോഡിഫൈ ചെയ്തെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ചാനൽ അത് തന്നെയാണ്. അപ്പോൾ പണ്ട് ഹസ്ബൻഡ് ഇതിന് മുമ്പ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു 1-2 വീഡിയോസ് എന്തോ ഇതിലുണ്ടായിരുന്നു. ബാക്കിയൊക്കെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തമ്മിലായിട്ട് ഒരു അക്കൗണ്ടായിട്ട് നമ്മൾ തുടങ്ങിയത്. പക്ഷേ ആ ടൈമിൽ നമ്മൾ ജസ്റ്റ് റീൽസ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഈ അടുത്തെന്ന് പറയുമ്പോൾ ഈ വർഷമാണെന്ന് തോന്നുന്നു, ഞാൻ അടുപ്പിച്ച് അത് ആർക്കണം അന്ന് ചാനൽ തുടങ്ങി വെച്ചിട്ട് ഇപ്പോഴാണ് നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത്. എന്നാലും ഞാൻ കുറച്ച് ഈ ഒരു വർഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഇട്ട് തുടങ്ങിയപ്പോൾ അപ്പോഴും ഞാൻ ആ ഒരിടക്ക് 5-6 വീഡിയോസ് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനൊരു ബ്രേക്ക് എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോസ് ഇടാൻ സത്യം പറഞ്ഞ സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ അസിസ്റ്റയിൽ വർക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് അങ്ങനെ റെഗുലർലി ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ ഞാൻ വർക്ക് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് വീഡിയോസ് ഇടണമെങ്കിൽ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണാണ്. ഈ ഫോൺ എന്ന് പറയുന്നത് 13 Pro Max ആണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് 11 Pro Max ആണ്. 11 Pro ആണ്. അതെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് ഫോണാണ്. അപ്പോൾ അതിൽ സെൽഫി വീഡിയോസ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ അത്ര ക്ലാരിറ്റീസ് ഒന്നും എനിക്ക് കിട്ടാറില്ല. ബാക്കിലാണ് പിന്നെങ്കിലും ഉള്ളത്. പക്ഷെ എനിക്ക് ബാക്കിൽ നോക്കി സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് കുറവ്. എൻ്റെ ഫേസ് എനിക്ക് വീഡിയോ കാണുമ്പോൾ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ തോന്നാറില്ല. അപ്പോൾ എനിക്ക് കൂടുതലും എനിക്കിങ്ങനെ സെൽഫി ആയിട്ട് വീഡിയോ എടുത്ത് സംസാരിക്കുമ്പോഴാണ് കുറച്ചും കൂടി എനിക്ക് കോൺഫിഡൻസ്. ഇതെല്ലാം സംസാരിക്കണം, ബാക്ക് ക്യാമറയിലൊക്കെ ഇൻഷാല്ല സംസാരിക്കണം. എന്നാലൊരു കോൺഫിഡൻസ് കുറവ്. ആ വീഡിയോ ഞാൻ തന്നെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറില്ല. അപ്പം ഞാനത് അപ്ലോഡും ചെയ്യാറില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ കുറച്ച് വീഡിയോസ് എൻ്റെ ഫോണിൽ, എപ്പോഴും നമുക്ക് ഈ ഹസ്ബൻഡ് ഫോൺ കിട്ടണമെന്നില്ലല്ലോ. ഈ വീഡിയോസ് എടുക്കൽ മാത്രമല്ല, അത് എഡിറ്റ് ചെയ്യൽ കാര്യങ്ങൾ, അപ്പോൾ ആൾക്കും ആളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഫോണിലൊക്കെ ആവശ്യം വരും. അപ്പോൾ എൻ്റെ ഫോണിലാകുമ്പോൾ ഞാൻ ചില സമയത്ത് ഈ നൈറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് വീഡിയോസ് ഒന്നും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, ഒരു ഭംഗിയും ഉണ്ടാവില്ല കാണാൻ. ബാക്ക് ക്യാമറയിൽ പിന്നെങ്കിലും ഓക്കെയാണ്, പക്ഷേ ഫ്രണ്ടിൽ ഭയങ്കര ഇങ്ങനെയൊക്കെ പതർച്ച പോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചില വീഡിയോസൊക്കെ ഞാൻ എടുത്താലും ചിലപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറില്ല. ചില നല്ല ഫങ്ഷനിങ് ഉള്ള ബർത്ത്ഡേ നല്ല കണ്ടൻറ്റൊക്കെ ഉള്ള നല്ല വീഡിയോസൊക്കെ ആയിരിക്കും. എൻ്റെ ഫോണിൽ അതിൻ്റെ ക്ലാരിറ്റി കുറവുകൊണ്ട് ഞാൻ ചിലപ്പോൾ അത് ഇടാറില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് നമുക്ക് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇടാം എന്നുള്ള രീതിയിൽ. പിന്നെ എനിക്ക് ആദ്യമൊക്കെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും ഫ്രണ്ട്സിനൊന്ന് ലിങ്ക് അയക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം അവരെന്ത് പറയും, അവരെന്ത് വിചാരിക്കും, അവർ കളിയാക്കും എന്നൊക്കെ ഉള്ളൊരു മൈൻഡാണ്. ബട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് പേരൊക്കെ ആണെങ്കിലും എനിക്കൊരു ചാനലുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്, അവരതെങ്ങനെ എടുത്താലും ഐ ഡോണ്ട് കെയർ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ കാണുന്നുണ്ടാവും. പക്ഷെ നമുക്കറിയില്ലല്ലോ ആരൊക്കെ നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് കാണാം, പക്ഷേ ആ ദിവസം തന്നെ 1-2 കുറയണതും കാണാം. അപ്പോൾ ചിലവരൊക്കെ സബ്സ്ക്രൈബർ ചെയ്തിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്ത് കളയുന്നതും ഞാൻ നോക്കുമ്പോൾ ഓക്കെ എന്താ ഇവരെന്നെ സപ്പോർട്ട് ചെയ്യാത്തതെന്നൊക്കെ ഉള്ളൊരു തോട്ടൊക്കെ ഉണ്ടാവും. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇതൊക്കെ നമ്മുടെ ഒരു ജേർണിയിൽ എല്ലാം ഉള്ളതാണ്. ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യണം. നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഇതാക്കി പോകുന്നില്ല. ഞാൻ നേരത്തെ ഈ ഒരു വീഡിയോയിൽ തന്നെ എൻ്റെ ചാനലിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോളോവേഴ്സ്, സബ്സ്ക്രൈബർ, ലൈക്ക്, ഷെയർ, വ്യൂസ് അതൊന്നും ബോധേഡ് ചെയ്യേണ്ട. നിങ്ങൾക്കിഷ്ടമാണോ ചെയ്യാൻ എന്നെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്ത് എന്ത് വീഡിയോസ് ആവട്ടെ നമുക്ക് അത് ഓക്കെ പബ്ലിക്ക് കാണാൻ പറ്റുമെന്ന് ഉറപ്പുള്ള വീഡിയോസ് നമ്മൾ എഡിറ്റ് ചെയ്ത് ഇടാം. ബാക്കിയൊക്കെ അതിൻ്റെ വഴിയിൽ. അതൊന്നും നിങ്ങൾ ബോധേഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതാണ് എൻ്റെ കൺസെപ്റ്റ്. ഞാൻ വിചാരിക്കുന്ന കൺസെപ്റ്റ് അതാണ്. സോ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ജേണി. എന്തിനാണ് ഞാനിതിപ്പോൾ പറഞ്ഞത് എനിക്കറിയില്ല, എനിക്കിത് പറയണമെന്ന് തോന്നി. പിന്നെ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ നാത്തൂൻ എനിക്ക് ഗിഫ്റ്റ് തന്നാണ്. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ വണ്ടർഫുൾ ഗീവിങ്. ഐ ലവ് ഇറ്റ്. എനിക്ക് ഒരുപാട് ഇങ്ങനത്തെ കുർത്തീസൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പാൻറ്റും എടുത്തത്. ഷോൾ എൻ്റെയാണ്.
ടോപ്പും പിന്നെ ഒരു വൈറ്റ് പല്ലാസ പാൻറ്റാണ്. ആൻഡ് താങ്ക് യു. അപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ അധികം പഠിക്കുന്ന കാലത്തൊന്നും അങ്ങനെ അധികം കിട്ടിയിട്ടുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ ചെറിയ ചെറിയ രീതിയിൽ, അതും ചെറിയ ഗിഫ്റ്റ് ഞാൻ പറയുന്നില്ല, ആ ഒരു ചെറിയ ഗിഫ്റ്റ് ആണെങ്കിൽ പോലും എനിക്ക് നല്ല വാല്യൂ ഉണ്ട് ആ ഗിഫ്റ്റ് എന്നൊക്കെ പറയുന്നത്. കാരണം നമ്മുടെ ബർത്ത്ഡേക്ക് അവർ നമ്മൾ ഇത്ര എഫോർട്ട് എടുത്ത് തരുന്നതെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് ഒരു ടൈം, ഇപ്പം നമുക്ക് അവർക്ക് ചെയ്യാൻ സമയമില്ല, എനിക്ക് വരാൻ സമയമില്ല, ഗിഫ്റ്റ് കൊടുക്കാൻ സമയമില്ല, അതൊക്കെ സമയം ഇല്ല. നമ്മുടെ പ്രയോറിറ്റീസാണ്, നമ്മുടെ പ്രയോറിറ്റീസ് മാറുന്നതാണ്. അല്ലാണ്ട് ഒന്നിനും സമയമില്ലാത്തൊന്നുമല്ല, എല്ലാത്തിനും സമയമുണ്ട്. പക്ഷെ നമുക്ക് അതിനെക്കാട്ടി വലിയ കാര്യങ്ങൾ വേറെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അതിന് പ്രയോറിറ്റി കൊടുക്കാത്തത്. ഓക്കെ, ഞാൻ പറഞ്ഞ് ഒരുപാട് കാട് കയറുന്നില്ല. അപ്പം ഞാൻ ഇന്നിപ്പോൾ റെഡിയായിട്ട് നിൽക്കുന്നത് എൻ്റെ വാപ്പിച്ചി ദുബായിൽ നിന്ന് ഇന്ന് വരും. ഇന്ന് വൈകുന്നേരം ഇപ്പോൾ 2:30-ക്കാണ് അവിടെ നിന്ന് അബുദാബിയിൽ നിന്ന് ദുബായിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട് അബുദാബിയിലെത്തും. അബുദാബിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. അവിടെ നിന്ന് 2:30 കയറിയിട്ട് ഇവിടെ ഒരു ഏകദേശം അവിടെ 2:30 ഇവിടെ ഒരു 3:30, നമ്മുടെ നാട്ടിൽ 3:30 ഐ തിങ്ക് അതാണ് തോന്നുന്നത്. സോ അങ്ങനെ കയറിയിട്ട് 8:30 ഇവിടെ നമ്മൾ വാപ്പിച്ചെത്തും. അങ്ങനെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വാപ്പിച്ചിനെ കാണുമ്പം അപ്പം അതിൻ്റെ ഒരു വീഡിയോസാണ്. അപ്പം ഞാൻ എന്താ വീട്ടിലേക്ക് എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് ഒരു 8 മണിയൊക്കെ, ഞങ്ങളുടെ അവിടെ നിന്ന് എയർപോർട്ട് അടുത്താണ്, നെടുമ്പാശ്ശേരി എയർപോർട്ട്. ഞങ്ങളുടെ വീട് ആലുവ ഭാഗത്താണ്. അപ്പോൾ അതുകൊണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട് നമുക്ക് അവിടെ നിന്ന് അടുത്തായതുകൊണ്ട് ആ ഒരു ടൈമാകുമ്പോൾ ഇറങ്ങിയാൽ മതി. വീട്ടിൽ പോയിട്ട് ഇത്രയും ട്രാവൽ ചെയ്തിട്ട് വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് ആ ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ ഇറങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ സോ നമുക്ക് എൻ്റെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആദ്യമില്ലേ വീഡിയോ എടുക്കാൻ നേരത്ത് ഞാൻ അങ്ങനെ വോയിസ് ഓവറല്ലേ കൊടുക്കുന്നത്. എനിക്കിങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ സംസാരിക്കുന്നത് ഞാനല്ലാത്തൊരു വേറൊരു ആളെപ്പോലെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. ബട്ട് എനിക്കിപ്പോൾ കുറച്ചും കൂടി ഓക്കെ ആയി എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒരു കൺസീലർ അപ്ലൈ ചെയ്യാണ് ഫേസിൽ. എനിക്കിപ്പോഴും ഈ ഒരു ഫോണിൽ നോക്കിയിട്ട് മേക്കപ്പ് ചെയ്യാൻ ഓക്കെ ആയിട്ടില്ല. അപ്പം അതിൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. പിന്നെ മിററല്ലേ ബാക്കിലിരിക്കണോ നോക്കാലോ. ഞാനത് ബ്ലെൻഡ് ചെയ്തിട്ട് വരാട്ടെ, അല്ലെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. അങ്ങനെ ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഐബ്രോസ് എന്ന് പറയാൻ എന്താ ഒട്ടുമില്ല ഐബ്രോസ്. പക്ഷെ എന്നാലും ഉള്ളത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ണൊക്കെ എഴുതി റെഡി ആയിട്ട് കാണാം. ഞങ്ങൾ തമ്മിൽ പറയാണ്ടാണ് ഡ്രസ്സൊക്കെ മാച്ചത്. പക്ഷെ കണ്ട കോഇൻസിഡൻറ്റ് ഒരേപോലത്തെ ഡ്രസ്സ്. ഇവിടെ അതാണ് നമ്മുടെ മനപ്പൊരുത്തം. ഓക്കെ, ഞാൻ കുറച്ച് ബ്ലഷും കൂടെ ഇടുകയാണ്. ദിസ് ഇസ് നോട്ട് എ ബ്ലഷ്, ദിസ് ഇസ് എ സ്റ്റോപ്പ് ക്രീം. കവളൊക്കെ ഒന്ന് ചുമന്നിരിക്കട്ടെ അല്ലേ കൂട്ടാ. അത് ഇടൂല, കുറച്ച് മാത്രമേ ഇടുള്ളൂ. എന്നിട്ടാണ് വാപ്പിച്ച് കാണുമ്പോൾ എന്നെ ചീത്ത പറയും. അപ്പൊ കുറച്ച് മേക്കപ്പ് കുറക്കാല്ലേ കൂട്ടാ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇതാ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ആണ്. ഹസ്ബൻഡും ഉണ്ട്. ഹസ്ബൻഡ് ഒരു ഹായ് പറ. ഓക്കെ, അപ്പം നമ്മളിനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം അത് കഴിഞ്ഞൊരു 8:30 ആകുമ്പോഴാണ് വാപ്പിച്ചി അവിടെ എത്തുള്ളൂ. എന്താ അവിടെ നിന്ന് എപ്പോഴാണ് വിട്ട് ഇറങ്ങണത്? ഇവിടെ പാറ എത്ര മണിയാന്ന്? ഒരു 9 മണിയൊക്കെ ആവും എന്തായാലും പുറത്തിറങ്ങുമ്പോഴേക്കും. അപ്പോഴേക്കും നമുക്ക് ആ സമയമാകുമ്പോൾ അവിടെ എത്തിയാൽ മതി. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എന്താണ് ഫൈനൽ ലുക്ക്? ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എൻ്റെ ഈ ഒരു ഇയറിങ്സ് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെനിക്ക് ഈ ഒരു ഇവിടെ ഇടാനായിട്ട് ഇങ്ങനെ തൂങ്ങണത് കാണാം. പക്ഷെ കുഴപ്പമില്ല. പിന്നെ ഇതാ എൻ്റെ ഈ ബാംഗിൾസ്. ഇതെനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ടുള്ളതാണ്. ഞാൻ അങ്ങനെ ഇടാറില്ല. പക്ഷെ ഇപ്പോൾ കണ്ടപ്പോൾ ഞാനങ്ങനെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പോകുമ്പോൾ കാണാം. ഇപ്പം ഞങ്ങൾ തൃശ്ശൂർ എത്തി. കുറച്ച് ദൂരം നമ്മൾ യാത്ര ചെയ്തപ്പോൾ തന്നെ കുട്ടന്
വിശപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ KFC കയറാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ 1 hour ഡിലേ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വേറൊരു കടയിൽ പോയിട്ട് കുഴിമന്തിയാണ് കഴിച്ചത്. ആൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹലോ ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. കേട്ടോ, 2 പൂച്ചക്കുട്ടികൾ. ഞങ്ങളവിടെ നിന്ന് 3 മണിക്ക് ഇറങ്ങി. ഞാൻ വീട്ടിലൊരു 5 മണിയായപ്പോൾ ഏകദേശം ഒരു 5-5:30 ടൈമിനുള്ളിൽ നമ്മൾ വീട്ടിലെത്തി. പിന്നെയും ടൈം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വീട്ടിലെ ഡ്രസ്സ് ഇട്ടിട്ടു. ഇനിതാ ഏകദേശം ഇപ്പോൾ ഒരു 8 മണി ആവാറായി. ഓപ്ഷന് വിളിക്കാൻ പോകുന്ന ടൈം ആവാറായി. അപ്പം ഞാൻ ഈ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയായി കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇതാ വാപ്പിച്ചിനെ പിക്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഇതിൻ്റെ പിന്നെ ആ ഡ്രസ്സ് തന്നെയാണ്, വേറെ മാറ്റമൊന്നുമില്ല. കൂടാ ഇതിൻ്റെ ബ്രദർ ആൻഡ് ദിസ് ഈസ് മൈ മോം. നമ്മളിപ്പോൾ എവിടെ പോകണം എന്നിട്ട് എയർപോർട്ടിൽ പോവാണ്. കമോൺ, വാതിലൊക്കെ പോട്ട്. ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ അപ്പച്ചനെ വിളിക്കാൻ എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചെറുപ്പം തൊട്ടേ അങ്ങനെ അപ്പച്ചനെ വിളിക്കാനും കൊണ്ടാക്കാനൊക്കെ ഞങ്ങൾ പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എയർപോർട്ടിൽ പോക്കൊരു പുതുമയുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ എപ്പോൾ പോയാലും എയർപോർട്ടിൽ എങ്ങനെയും വഴി തെറ്റും. നമുക്ക് എപ്പോഴും കൺഫ്യൂസ്ഡ് ആവണതാണ് ഈ എയർപോർട്ടിലെ വഴി. അപ്പം നമ്മൾ ഇന്നെന്തോ കൃത്യമായിട്ട് നമ്മൾ കറക്റ്റ് സമയത്ത് എത്തണതിന് മുമ്പേ, അല്ലെങ്കിൽ നമ്മൾ ആരെ വിളിക്കാൻ പോയാലും അവരെത്തിക്കഴിഞ്ഞിട്ട് നമ്മളെത്താറുള്ളൂ. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് അവർക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഈ വെയിറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ ഇത് ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യണത്. അല്ലെങ്കിൽ എപ്പോഴും വാപ്പിച്ച് വന്ന് നിന്നിട്ടാണ് ഞങ്ങൾ വരാറുള്ളൂ. അപ്പോൾ അവിടെ എത്തും എന്നുള്ള രീതിയിൽ നമ്മൾ കുറേ നേരം ഞങ്ങളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഓരോ ആളുകളും ആ വഴി കൂടെ പോകുമ്പോൾ ഇത് വാപ്പിച്ചാണോ നമ്മളിങ്ങനെ നോക്കി എനിക്ക് ഇത്രയും നേരം ഒരു എക്സൈറ്റ്മെൻറ്റ് ഇത്ര ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇരിപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ഇതായിരുന്നു. ലാസ്റ്റ് ഹസ്ബൻഡ് അവിടെ പോയിട്ടിരുന്ന് ആദ്യം കാണാൻ വേണ്ടിയിട്ട് അറ്റത്ത് പോയിട്ടിരിക്കണ്ടായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് വാപ്പിച്ച് അവിടെ നിന്ന് വന്നു. എന്താ പറയുക, സത്യം പറഞ്ഞൊരു ചുള്ളനായിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. അങ്ങനെ വാപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി. ആദ്യം ഞാനാണ് പോയി ഹഗ് ചെയ്തത്. ഈ ഒരു മൂമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇതിന് വാക്കുകളില്ല. പക്ഷേ 1 month ആൾക്ക് ലീവുള്ളൂ. പെട്ടെന്ന് പോകും. നെക്സ്റ്റ് ഇപ്പോൾ ഇന്നെന്ന് വെച്ചാൽ 13-ാം തീയതി രാത്രിയാണ് ആൾ വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് മന്ത് ജൂൺ ഒരു 10-ാം തീയതിയൊക്കെ ആകുമ്പോൾ 10-11 ടൈമിൽ എന്തായാലും തിരിച്ചു പോകണം. അപ്പോൾ ആ ദിവസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പോകും. ഞാനാണെങ്കിലും കുറച്ച് ദിവസം നിന്നിട്ട് ഞാൻ എന്തായാലും എനിക്ക് അങ്ങോട്ട് തൃശ്ശൂർ എന്തായാലും എനിക്ക് പോകണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വീഡിയോസൊക്കെ എടുത്തു തന്നത് ഹസ്ബൻഡാണ്. ആളങ്ങനെ എനിക്ക് വീഡിയോസൊന്നും എടുത്ത് തരാറില്ല. ഞാൻ പറഞ്ഞപ്പോൾ ആളങ്ങനെ എടുത്തു തന്നെന്ന് മാത്രം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങി. വാപ്പിച്ച് ആദ്യം പോയത് ഉമ്മാൻ്റെ ഖബറിൻ്റെ അടുത്താണ്. പള്ളിയിൽ കയറിയിട്ടാണ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് കയറിയത്. ആൾക്കത് ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഉമ്മാൻ്റെ അടുത്ത് പോകണം എന്നുള്ളതുകൊണ്ട് നമ്മളങ്ങനെ പോയി. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇന്നത്തെ ഞാൻ ഇവിടെ നിർത്താണ്. ഇനി അടുത്ത വ്ളോഗായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.